यजामहे सुगन्धिं पुष्टिं वर्धनाम् उर्वारुकमिव बन्धनान् मृत्यो वृक्षयमामृतात् ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिं वर्धनाम् उर्वारुकमिव बन्धनान् मृत्यो वृक्षयमामृतात् सुगन्धिं पुष्टिं वर्धनाम् उर्वारुकमिव बन्धनात् मृत्यो वृक्षयमामृतात् ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिं वर्धनात् उर्वारुकमिव बन्धनात् मृत्यो वृक्षयमामृतात्. നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഓവാക്കുന്ന ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ വന്നാൽ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. അങ്ങനെ നിലവും ഓരോ ദിവസവും എത്തുന്നത് ആയിരക്കണക്കിന് വിശ്വാസികൾ. ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ ക്ഷേത്രം പ്രസിദ്ധിയാർജിച്ചത്. ഓരോ വിശ്വാസികളും ഇവിടെ വന്ന് അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നു. അത് മറ്റു പലരോടും അവർ പറഞ്ഞുകൊണ്ട് അങ്ങനെ കേട്ടും അറിഞ്ഞുമൊക്കെ അനേകം വിശ്വാസികൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. വിശ്വാസമുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടോ? ഇവിടെ വന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിയപ്പോൾ എന്താണ് തോന്നുന്നത്? സന്തോഷം. ഒരു വിശ്വാസം തോന്നുന്നുണ്ടോ? എന്തെങ്കിലും പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ടോ ഇവിടെ? എന്താണ് കുഞ്ഞിന്റെ പേരെന്താണ്? ആദ്യമായിട്ടാണ്. എങ്ങനെയാണ് ഇവിടെ എത്തപ്പെട്ടത്? വന്നു കുടുംബത്തിൽ നിന്ന്. അപ്പൊ ഇവിടെ വന്ന് കണ്ടപ്പോ എന്താണ് തോന്നുന്നു? തൊഴുന്നേ ഉള്ളൂ. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ പ്രത്യേകിച്ച് ഇവിടെ പറയാൻ വേണ്ടി? എന്താണ് ലക്ഷ്മി നാരായണനെ കുറിച്ച് പറയുന്നത്? പിന്നെ എന്റെ അമ്മ ഇവിടെ തിരികെ വന്നപ്പോഴേ പറഞ്ഞത് ഇവിടെ വരണമെന്ന്. പക്ഷെ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. അമ്മയ്ക്കും തോറ്റി. ഓക്കെ ഓക്കെ. അപ്പൊ ആ അമ്മയ്ക്ക് വേണ്ടിയാണ് മകളിപ്പോ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആട്ടോയിൽ വന്ന ഒരാൾ എന്നെ വിളിച്ച് അങ്ങനെ ഞാനിവിടെ അവിടെ തൊഴുവാനായിട്ട് ആദ്യമായിട്ട് വരെയുണ്ട്. ഓക്കെ. അമ്മയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചോ? ഓക്കെ. മൂവാറ്റുപുഴയിൽ നിന്ന് ഇവിടെ നമ്മുടെ ഈ കൊല്ലത്ത് എങ്ങനെ എത്തിപ്പെട്ടത്? ഞങ്ങളൊരു വഴിപാട് സംബന്ധമായിട്ട് വന്നതാണ്. നാട്ടിൽ പറഞ്ഞ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എത്രാമത്തെ ആഴ്ച ഇവിടെ വരുന്നത്? ഇതിപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആദ്യത്തെ ആഴ്ചയായിട്ട് വരണത്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അതിന് മുന്നേ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു വഴിപാടുകൾ പറഞ്ഞിട്ട് വഴിപാട് കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിച്ചോ? ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിട്ടാ വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ എന്ത് തോന്നുന്നു? ഇവിടുത്തെ പൂജകളും നമ്മൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് പറയുന്ന രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മിനാരായണന്റെ കീർത്തി അങ്ങ് മൂവാറ്റുപുഴയിൽ എത്തി. ഞങ്ങളടുത്ത് പറഞ്ഞ് മോറ്റയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിത് ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു അമ്പലമുണ്ട്, ക്ഷേത്രമുണ്ട്, വന്ന് വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് വഴിയറിയിപ്പില്ല നമ്മൾ നമ്മൾ പോയി. പിന്നെ അവിടെ ബസ്സിന് കയറി ഇവിടെ വന്ന് പൂജകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. ആഴ്ച എടുത്തിട്ട് പൂജകൾ നടത്താനാണ് ഞങ്ങൾ വഴിപാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അമ്മയ്ക്ക് എന്താണ് പറയുന്നത്? എന്താണ് ആഗ്രഹം? പ്രാർത്ഥിക്കാനുള്ള മനസ്സിൽ ആഗ്രഹം? അല്ല, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച നിരവധി പേരെടുത്ത് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അവര് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കുട്ടികളില്ലാത്തവരാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. മരുന്ന് കഴിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ മരുന്ന് മാത്രം പോരല്ലോ, മരുന്നും ഭഗവാന്റെ അനുഗ്രഹങ്ങളൊക്കെ വേണമല്ലോ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വേണമല്ലോ. മരുന്ന് കഴിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു വഴിപാട് രീതിയിൽ ഞങ്ങൾ വന്ന് വഴിപാട് കഴിക്കും. അതേക്കുറിച്ച് വലിയ ക്ഷേത്രമുണ്ട്, ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. അതിനടുത്താണോ? അപ്പൊ അവിടെ നിന്ന് ഇവിടെ എത്താനുള്ള കാരണം കണ്ടിട്ട് ഇവിടുത്തെ ശക്തിയെല്ലാം ആദ്യമായിട്ടാണോ? ഇവിടെ വന്ന് കണ്ടപ്പോ എന്ത് തോന്നുന്നു? വന്നിട്ടുള്ള പോസിറ്റീവ് എനർജി ഉണ്ട്. രണ്ട് പരുന്ത് പൂജ സമയത്ത് പറക്കുന്നതൊക്കെ കണ്ടു. വളരെ ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷമാണ്. വളരെ വിശ്വാസം തോന്നുന്നു. എന്താണ് കൊല്ലത്ത് നിന്ന് ഇവിടെ ഈ ആദ്യമായിട്ട് എങ്ങനെയാണ് ഇവിടെ എത്തപ്പെട്ടത്? എങ്ങനെ അറിഞ്ഞത് നമ്മുടെ ക്ഷേത്രത്തെ കുറിച്ച്? നേരത്തെ അറിയാം. ആദ്യമായിട്ടല്ല വരുന്നത് അല്ലേ? ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത്. മോളും മരുവനും. മോളും മരുവനുമാണ് അല്ലേ?
എത്രത്തോളം വിശ്വാസമുണ്ട് നമ്മുടെ ഈ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ? വിശ്വാസമുണ്ട്. പ്രാർത്ഥിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? മുളുമരുവനുമാണല്ലേ? ഒന്നിക്കണം. എന്താണ് പേരെന്താണ്? ഒന്നിക്കണം. ഒന്നും പേരെന്താണ്? എന്ത് ചെയ്യുന്നു? വിദേശത്ത്. ഓക്കെ. നമ്മുടെ ഈ ക്ഷേത്രസന്നിധിയിൽ ഇങ്ങനെ ഭക്തിയോടെ നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? നമ്മുടെ ലക്ഷ്മീനാരായണ അത് തന്നെ എന്താണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്ത് തോന്നുന്നു? ഒരു പോസിറ്റീവ് എനർജി അല്ലേ? ഇപ്പൊ അടുത്ത പോകാൻ കഴിഞ്ഞത്? ഓക്കെ. പാച്ചല്ലൂർ. പാച്ചല്ലൂർ എന്നൊക്കെ ഇവിടെ കൊല്ലത്ത് വരാനുള്ള കാരണം എത്രാമത്തെ ആഴ്ചയാണ് വരവ്? മൂന്നാമത്തെ ആഴ്ച. ആഗ്രഹങ്ങളൊക്കെ സാധിച്ചോ അതോ പ്രാർത്ഥിച്ചോ? എത്രത്തോളം ഉണ്ട് വിശ്വാസം നമ്മൾ അവിടുത്തെ? ഇവിടെ വന്നപ്പോ എന്താണ് ഒരു മനസ്സിന്റെ ഒരു അവസ്ഥ? എന്തായാലും ശരി, ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ നമ്മൾ കൊണ്ട് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെക്കുന്നു. ഈ ഒരു വിവരം, ഈ ഒരു വാർത്ത അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് വരണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന ഭഗവാന് മുന്നിൽ പറയുവാൻ ശ്രമിക്കണം. അത് ചിലപ്പോൾ വലിയൊരു മാറ്റത്തിന് ഉദാഹരണമാകും. ക്യാമറമാൻ രഞ്ജിത്ത് കെൽവാദത്തിനൊപ്പം രജിത് കാര്യത്തിൽ.